കോഴിക്കോട് ജില്ലയിലെ കോണാട്ട് ബീച്ച് പ്രദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ അസാധാരണമായ രീതിയിൽ വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. പ്രദേശവാസികൾക്കിടയിൽ ഏറെ ബഹുമാനിക്കപ്പെട്ടും പൊതുവെ സൗമ്യ സ്വഭാവമായും അറിയപ്പെട്ടിരുന്ന 40-കാരനായ അസീമിന്റെ അകാല മരണം വലിയ ദുരൂഹതകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 6-ാം തീയതി വീട്ടിൽ വെച്ച് അദ്ദേഹം ദേഹാസ്വാസ്ഥ്യം അനുഭവിച്ചുവെന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത്. ബന്ധുക്കൾ ഉടൻ തന്നെ അദ്ദേഹത്തെ സമീപത്തുള്ള ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ചികിത്സകൾക്ക് ശേഷവും അദ്ദേഹം രക്ഷപ്പെടാനാകാതെ 7-ാം തീയതി ഉച്ചയോടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. ആദ്യം കുടുംബാംഗങ്ങളും നാട്ടുകാരും ഇത് സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് കരുതുകയായിരുന്നു. മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലെ തോപ്പയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിക്കുകയായിരുന്നു. എന്നാൽ മരണം നടന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അസീമിന്റെ ഭാര്യ സിമിന ഉന്നയിച്ച സംശയങ്ങൾ കേസിന് വലിയൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു. സിമിനയുടെ വാദപ്രകാരം അസീമിന്റെ മരണത്തിന് പിന്നിൽ പ്രകൃതിദത്തമല്ലാത്ത കാരണങ്ങൾ ഉണ്ടെന്നതാണ്. പ്രത്യേകിച്ച് ഭർത്താവിന്റെ മരണത്തിന് മുൻപ് ചില ആളുകളുടെ മർദ്ദനമേറ്റതായിരിക്കാമെന്ന സംശയം അവർ പോലീസിന് മുന്നിൽ രേഖപ്പെടുത്തുകയായിരുന്നു. ഈ പ്രസ്താവനയാണ് അന്വേഷണം പുതുതായി ആരംഭിക്കാൻ കാരണമാക്കിയത്. സാധാരണയായി ഒരു രോഗകാരണം കൊണ്ടുള്ള മരണത്തിൽ കുടുംബം പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാറില്ല. പക്ഷേ സിമിന മുന്നോട്ട് വെച്ച പരാതിയിൽ അസീമിന്റെ ശരീരത്തിൽ സംശയാസ്പദമായ അടയാളങ്ങൾ കണ്ടതായി വ്യക്തമാക്കുകയാണ്.